ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കേരളം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലൂടെ കടന്നുപോകുമ്പോൾ അതിന്റെ അലയൊലികൾ പ്രവാസ ലോകത്തും ശ്രദ്ധേയമാണ്. OICC ദമാം മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രവർത്തകരാണ് ദമാമിലുള്ള നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ വീടുകൾ സന്ദർശിച്ചും ഫോൺ വിളിച്ചും അവസാനവട്ടത്തിൽ വോട്ട് ഉറപ്പുവരുത്തിയത്. നിലമ്പൂർ മണ്ഡലം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട ആവേശത്തിലേക്ക് നീങ്ങുമ്പോൾ ഇങ്ങ് പ്രവാസ ലോകത്തും ആവേശം ഒട്ടും കുറവല്ല. ദമാമിലുള്ള നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ വീടുകൾ സന്ദർശിച്ചും ഫോൺ വിളിച്ചും അവസാനവട്ടത്തിൽ വോട്ട് ഉറപ്പുവരുത്തുന്ന തിരക്കിലാണ് OICC ദമാം മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രവർത്തകർ. നാട്ടിലേക്ക് പോകുന്നവരോട് UDFന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റുള്ളവരോട് നാട്ടിലുള്ള ബന്ധുമിത്രാദികളോട് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യണമെന്ന് ഫോൺ വിളിച്ച് അഭ്യർത്ഥിക്കാനുമാണ് OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി നേതാക്കൾ നിലമ്പൂർ നിവാസികളുടെ പ്രവാസി വീടുകൾ സന്ദർശിക്കുന്നത്. നേരിൽ കാണാൻ സാധിക്കാത്ത നിലമ്പൂർ മണ്ഡലത്തിലെ പ്രവാസികളുമായി മൊബൈലിൽ ബന്ധപ്പെട്ടും അവസാനവട്ട പ്രചാരണത്തിൽ മുഴുകിയിരിക്കുകയാണ് കിഴക്കൻ പ്രവിശ്യയിലെ OICC മലപ്പുറം ജില്ലാ നേതാക്കളും. ജനജീവിതം ഏറെ ദുസ്സഹമാക്കിയ കഴിഞ്ഞ 9 വർഷത്തെ ഇടത് ദുർഭരണത്തിന് അറുതി വരുത്തുന്നതായിരിക്കും നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പെന്ന് OICC നേതാക്കൾ അഭിപ്രായപ്പെട്ടു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നോട്ടീസുകളും OICC പ്രവർത്തകർ വീടുകളിൽ വിതരണം ചെയ്തു. മലപ്പുറം ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ഷാഹിദ് കോടിയേങ്ങൽ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഹമീദ് മരക്കാശ്ശേരി, ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് കൊണ്ടോട്ടി, റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷിജില ഹമീദ്, ജനറൽ സെക്രട്ടറി അൻവർ വണ്ടൂർ, സെക്രട്ടറി സിദ്ദീഖ് എന്നിവർ പ്രചാരണത്തിന് നേതൃത്വം നൽകി. സുബൈറുദ്ദീൻ, 24 ദമാം. 3 ആഴ്ച നീണ്ട വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. നിശബ്ദ പ്രചാരണത്തിൽ വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലായിരുന്നു മുന്നണികൾ. നിശബ്ദ പ്രചാരണ ദിവസവും നിലമ്പൂരിൽ വിവാദങ്ങൾക്ക് കുറവുണ്ടായില്ല. വോട്ടുറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു 3 സ്ഥാനാർത്ഥികളും. ഏതെങ്കിലും പ്രദേശം വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഒരിക്കൽ കൂടി പരിശോധന. നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥന. നാട് വലിയ പിന്തുണയാണ് തരുന്നത്. ആ പിന്തുണയുടെ ആത്മവിശ്വാസമാണ് എനിക്ക് മാത്രമല്ല LDF പ്രവർത്തകർക്കാകെ ഉള്ളത്. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. നിലമ്പൂരിലെ ജനങ്ങൾ വളരെ കൃത്യമായി തീരുമാനിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണത്. ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ UDF ജയിക്കും. ഞങ്ങൾക്ക് ധൈര്യമാണുള്ളത്. ഞങ്ങളിവിടെ മുന്നേറും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഞാൻ വോട്ട് ചെയ്യേണ്ടത്. നിലമ്പൂരിന്റെ സമഗ്ര വികസനം. PV അൻവർ ഇന്നലെ വൈകിട്ട് കോഴിക്കോട് വെച്ച് സാമുദായിക നേതാക്കളെ കണ്ട് അവസാനവട്ട വോട്ടുറപ്പിക്കൽ നടത്തി. നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവൻ്റെ പ്രശ്നമാണ് അവർക്കറിയാം. ഞാൻ പോരാടിയത് അവർക്ക് വേണ്ടിയാണ്. ഇന്ന് ഈ നടുറോട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. അത് അവിടുത്തെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും ജനങ്ങളും എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട്. RSSുമായി അടിയന്തരാവസ്ഥക്കാലത്ത് ചേർന്നിട്ടുണ്ടെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന നിലമ്പൂരിൽ പ്രതിഫലിക്കുമോ എന്ന ചർച്ച ഇടതുപാളയത്തിലുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച ആര്യാടൻ ഷൗക്കത്തിന് VV പ്രകാശിന്റെ വീട്ടിൽ പോകാൻ നേരമില്ലെന്ന് DYFIയുടെ വിമർശനം. തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ടീം 24 നിലമ്പൂർ. കാൽനട യാത്രക്കാർക്കായുള്ള സ്മാർട്ട് പെഡസ്ട്രിയൽ സിഗ്നലിംഗ് പദ്ധതിയുടെ 2ാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി ദുബായ് RTA. ദുബായിലെ 10 ഇടങ്ങളിലാണ് പുതുതായി സ്മാർട്ട് സിഗ്നലുകൾ സജ്ജീകരിച്ചത്. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ദുബായിലെ ഒമർ ബിൻ ഖത്താബ് സ്ട്രീറ്റ്, ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റ്, അൽ സത്വ സ്ട്രീറ്റ് ഉൾപ്പെടെ 10 ഇടങ്ങളിലാണ് പുതുതായി സ്മാർട്ട് പെഡസ്ട്രിയൻ സിഗ്നലുകൾ RTA സ്ഥാപിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ 1ാം ഘട്ടം വൻ വിജയമായതിനെ തുടർന്നാണ് എമിറേറ്റിലെ കൂടുതലിടങ്ങളിൽ സ്മാർട്ട് സിഗ്നലുകൾ സ്ഥാപിക്കുന്ന പദ്ധതി RTA നടപ്പാക്കിയത്. വാഹന യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടെ അത്യാധുനിക സെൻസറുകളുടെ സഹായത്തോടെയാണ് സിഗ്നലുകൾ പ്രവർത്തിക്കുക. 2ാം ഘട്ട പദ്ധതി പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ സ്മാർട്ട് പെഡസ്ട്രിയൻ സിഗ്നലുകളുടെ എണ്ണം 27ആയി ഉയർന്നിട്ടുണ്ട്. കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്നത് മനസ്സിലാക്കുകയും സിഗ്നലുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുകയും ചെയ്യുന്നതുൾപ്പെടെ സജ്ജീകരിച്ചാണ് സ്മാർട്ട് സിഗ്നലുകളുടെ പ്രവർത്തനം. പ്രായമായവർക്കും മറ്റും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ പദ്ധതിയിലൂടെ സാധ്യമാകും. ദുബായിയെ ലോകത്തെ ഏറ്റവും മികച്ച സ്മാർട്ട് സിറ്റിയാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയാണിതെന്നും സ്മാർട്ട് പെഡസ്ട്രിയൻ സിഗ്നലുകൾ അവതരിപ്പിച്ചതിന് ശേഷം എമിറേറ്റിൽ കാൽനട അപകടങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഫലങ്ങൾ കാണിക്കുന്നതെന്നും RTA വ്യക്തമാക്കി. അതോടൊപ്പം കാൽനട യാത്രക്കാർ ഇല്ലാത്ത സമയങ്ങളിൽ പെഡസ്ട്രിയൻ മോഡ് ഒഴിവാക്കി വാഹനങ്ങൾക്ക് പൂർണ്ണമായി കടന്നുപോകാനും സ്മാർട്ട് പെഡസ്ട്രിയൻ സിഗ്നലിംഗ് സൗകര്യമൊരുക്കും. 24 ദുബായ്.
രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ BJ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഡോക്ടേഴ്സിനും കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് ഡോക്ടർ ഷംസീർ വയലിൽ 6 കോടി രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത്. രാജ്യത്ത് നടുക്കിയ വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ MBBS വിദ്യാർത്ഥികളായ ജയപ്രകാശ് ചൌധരി, മാനവ് ഭാദു, ആര്യൻ രജപുത്ത്, രാകേഷ് ദിഹോറ എന്നിവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം സാമ്പത്തിക സഹായം നൽകുമെന്നാണ് ഡോക്ടർ ഷംസീർ വയലിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെഡിക്കൽ പഠനകാലത്ത് ഏറെ കൂടിച്ചേരലുകൾ നടക്കുന്ന ഹോസ്റ്റലും മെസ്സും നടുക്കുന്ന ദുരന്തത്തിന് വേദിയായത് തന്നെ ഞെട്ടിപ്പിച്ചതായി ഡോക്ടർ ഷംസീർ പറഞ്ഞു. മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും ഡോക്ടർമാരുടെയും അസാധാരണ സാഹചര്യം ദീർഘകാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന തന്നെ വ്യക്തിപരമായി ഏറെ ബാധിച്ചതായും ഡോക്ടർ ഷംസീർ കൂട്ടിച്ചേർത്തു. ഗുരുതരമായി പരിക്കേറ്റ 5 വിദ്യാർത്ഥികൾക്കും അപകടത്തിൽ കുടുംബാംഗങ്ങൾ നഷ്ടമായ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കും 20 ലക്ഷം രൂപ വീതവും ലഭ്യമാക്കും. 2010 മംഗലാപുരം വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തിക വിദ്യാഭ്യാസ സഹായവും UAE ജോലിയും ഡോക്ടർ ഷംസീർ നൽകിയിരുന്നു. 24 ദുബായ്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധനാ നടപടികൾ നാളെയോടെ പൂർത്തിയായേക്കുമെന്ന് ആശുപത്രി അധികൃതർ. ഇതുവരെ 202 പേരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. 170 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ ആശുപത്രി വിട്ടു. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ 274 പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക്. കേരളത്തിൽ നിന്നുള്ള രഞ്ജിതയുടേതടക്കം മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. സാമ്പിളുകൾ മൃതദേഹങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നതിൽ വലിയ വെല്ലുവിളി നേരിട്ടിരുന്നു. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ 5 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. അഹമ്മദാബാദിലെ സ്വകാര്യ ഹോട്ടലിലേക്കാണ് പോലീസ് നിർദ്ദേശപ്രകാരം വിശ്വാസ് കുമാർ മാറിയത്. തൽക്കാലം സന്ദർശകരെ അനുവദിക്കില്ല. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിവിധ അന്വേഷണ സംഘങ്ങൾ ഇന്നും ദുരന്തഭൂമിയിൽ പരിശോധന നടത്തി. ഇന്നലെയും 2 ശരീരഭാഗങ്ങൾ സ്ഥലത്തുനിന്ന് കണ്ടെത്തിയിരുന്നു. 24 അഹമ്മദാബാദ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിനെത്തിയ മലയാളി തീർത്ഥാടകരുടെ മദീന സന്ദർശനം ആരംഭിച്ചു. ആദ്യ സംഘം എത്തിയതു മുതൽ തീർത്ഥാടകർക്ക് മദീന KMCCയുടെ ആഭിമുഖ്യത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് നൽകുന്നത്. മധുര പലഹാരങ്ങളും കഞ്ഞിയും മറ്റും നൽകിയാണ് KMCC പ്രവർത്തകർ ആദ്യ സംഘത്തെ വരവേറ്റത്. KMCC സെൻട്രൽ കമ്മിറ്റി നേതാക്കളായ സയ്യിദ് മുനിയൂർ, ഷെരീഫ് കാസർഗോഡ്, അഷറഫ് അഴിഞ്ഞിലം, നഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മെഹ്റമില്ലാത്ത വനിതാ ഹാജിമാരെ സ്വീകരിക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനും മദീന KMCC വനിതാ വിംഗ് പ്രവർത്തകരും കുട്ടികളും രംഗത്തുണ്ട്. വൈസ് ക്ലബ് ഓഫ് ന്യൂ ദുബായിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. പ്രസിഡന്റായി റോയ് മാത്യു, സെക്രട്ടറിയായി ഡോക്ടർ ശാന്തിനി ജോൺ, ട്രഷററായി ബെൻസ് മാത്യു എന്നിവർ ചുമതലയേറ്റു. മറ്റ് ഭാരവാഹികളായി വൈസ്മെൻ ജോൺസൺ ബേബി, വൈസ്മെൻ സാം കെ ബാബു, വൈസ് വുമൺ മഞ്ജു സുനിൽ, വൈസ്മെൻ അഡ്വക്കേറ്റ് ബിനു കെ മാത്യൂസ് എന്നിവരും ചുമതലയേറ്റു. റീജിയണൽ ഡയറക്ടർ വൈസ്മാൻ പ്രദീപ് ജോൺ, റീജിയണൽ ഡയറക്ടർ ഇലക്ട് വൈസ്മാൻ മനോജ് P നായർ എന്നിവർ സംബന്ധിച്ചു. സൗദിയിൽ സേവനങ്ങൾ വിപുലീകരിച്ച് ABC കാർഗോ. ജിദ്ദയിലും മക്കയിലും ഉൾപ്പെടെ ABC കാർഗോയുടെ കൂടുതൽ ശാഖകൾ തുറന്നതായി അധികൃതർ അറിയിച്ചു. കാർഗോ കൊറിയർ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള GCCയിലെ പ്രമുഖ കാർഗോ കമ്പനിയായ ABC കാർഗോ ഉപഭോക്താക്കളുടെ വർദ്ധിച്ച ആവശ്യം പരിഗണിച്ചാണ് സൗദിയിലെ ജിദ്ദയിലും മക്കയിലും സേവനങ്ങൾ വിപുലീകരിച്ചത്. ഹജ്ജ് സീസന്റെ പുണ്യസമയത്ത് ഹാജിമാർക്ക് വേണ്ടി പ്രത്യേക സർവീസുകളാണ് മക്കയിലെ ലുലു, റുസൈഫയിലും ജിദ്ദയിലും ABC കാർഗോ ഒരുക്കിയിട്ടുള്ളത്. ലുലുവിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് എത്രയും പെട്ടെന്ന് അയക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഹജ്ജ് ക്യാമ്പുകളിൽ നിന്നും പിക്കപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. GCCയിലെ മിക്ക ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ABC കാർഗോയുടെ സേവനങ്ങൾ ലഭ്യമാണ്. സൗദിയിലെ കൂടുതൽ ലുലു ശാഖകളിൽ പുതിയ ബ്രാഞ്ചുകൾ ഉടൻ ആരംഭിക്കുമെന്നും ABC കാർഗോ മാനേജ്മെന്റ് അറിയിച്ചു. അതോടൊപ്പം സ്കൂൾ അവധിക്കാലം പ്രമാണിച്ച് എയർ കാർഗോ, സീ കാർഗോ കാറ്റഗറിയിൽ വമ്പിച്ച ഓഫറുകളും ABC കാർഗോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കുറഞ്ഞ ചെലവിൽ അതിവേഗം പാഴ്സലുകൾ അയക്കാനുള്ള അവസരം ഒരുക്കിയതായും കമ്പനി അധികൃതർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര സർവീസുകൾക്ക് പുറമെ ആഭ്യന്തര ഡെലിവറികളും ABC കാർഗോ ലഭ്യമാക്കുന്നുണ്ട്. ഹജ്ജ് സീസണിൽ രാത്രി വൈകിയും പ്രവർത്തന സജ്ജമായ ബ്രാഞ്ചുകൾ ഉപഭോക്താക്കൾക്ക് വളരെയധികം സഹായകരമാകുമെന്നും ABC മാനേജ്മെന്റ് വ്യക്തമാക്കി. 24 ദുബായ്. കോഴിക്കോട് ഒളവണ്ണയിൽ തെരുവുനായ ആക്രമണം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 3.5 വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ചു. ഒളവണ്ണ ചെറോട്ടുകുന്ന് ബിജുല ഷാജി ദമ്പതികളുടെ മകൻ സഞ്ജൽ കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. ഷഹദ്, ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? എന്താണ് സംഭവിച്ചത് ഷഹദ്?
റീജിത്ത്, ഇന്ന് വൈകിട്ട് ഏകദേശം ഒരു 5:45 ഈ സംഭവം നടക്കുന്നത്. കുട്ടി റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമണത്തിന് ഇരയായിട്ടുള്ളത്. അതായത് ഒളവണ്ണ ചെറോട്ടുകുന്ന് ബിജുല ഷാജി ദമ്പതികളുടെ മകൻ സഞ്ജൽ കൃഷ്ണയ്ക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ചെവിയിലും കഴുത്തിലും അതുപോലെ തന്നെ തലയിലും ഈ തെരുവുനായ ഈ കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. കാര്യമായിട്ടുള്ള പരിക്കുകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. കുട്ടി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും നിരുപാധികം കീഴടങ്ങാനുള്ള അമേരിക്കൻ അന്ത്യശാസനം തള്ളിയും ഇസ്രയേലിനെതിരെ നയതന്ത്ര പ്രതിരോധത്തിനൊരുങ്ങിയും ഇറാൻ. താൻ ഒളിവിലാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലടക്കം 40 ഇടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തി. ഇസ്രയേലിനെതിരെ ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയുള്ള ഹൈപ്പർസോണിക് മിസൈൽ പ്രയോഗിച്ചെന്ന് ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിന്റെ നേരിയ സൂചന പോലുമില്ലാതെ ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ രൂക്ഷം. നിരുപാധികം കീഴടങ്ങാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം തള്ളി നിലപാട് വീണ്ടും കടുപ്പിക്കുകയാണ് ഇറാൻ. യുദ്ധവും സമാധാനവും അടിച്ചേൽപ്പിക്കാനാകില്ലെന്നും കീഴടങ്ങില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയി വ്യക്തമാക്കി. അമേരിക്കൻ സൈനിക ഇടപെടലുകൾക്ക് പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഖമനയിയുടെ മുന്നറിയിപ്പ്. دشمن احساس کنه که شما در مقابل او میترسید، احساس ضعف میکنید. ഇറാൻ പരമോന്നത നേതാവ് ഒളിവിലാണെന്നും ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശമില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഖമനയി ടെലിവിഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇസ്രയേൽ ഭീകരതയോട് ദയുണ്ടാകില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് വ്യക്തമാക്കി. ഇസ്രയേൽ നടപടിക്കെതിരെ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ തേടി നയതന്ത്ര പ്രതിരോധം ഒരുക്കാനുള്ള നീക്കങ്ങളും ഇറാൻ നടത്തുന്നുണ്ട്. നയതന്ത്ര ഇടപെടലുകൾ സജീവമാക്കാൻ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നിർദ്ദേശം നൽകി. ഇതിനിടെ ഇരു രാജ്യങ്ങളും ആക്രമണം തുടരുകയാണ്. ടെഹ്റാൻ ഉൾപ്പെടെ ഇറാനിലെ 40 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സേന അറിയിച്ചു. ടെഹ്റാനിന് സമീപം യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന 2 കേന്ദ്രങ്ങൾ തകർത്തെന്നും അവകാശവാദം. 25 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച മിസൈൽ സംഭരണശാലകളിലും സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. ഇസ്രയേലിനെതിരെ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ സേനയും അറിയിച്ചു. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗമുള്ള ഫത്താവൺ മിസൈൽ ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധത്തെ മറികടക്കുന്നതാണെന്നാണ് അവകാശവാദം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇറാനെ ആക്രമിക്കുമോ എന്നതിൽ വ്യക്തത വരുത്താതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമിക്കാനും ആക്രമിക്കാതിരിക്കാനും സാധ്യത എന്നാണ് മറുപടി. ആക്രമണത്തെ പ്രതിരോധിക്കാൻ പറ്റാത്ത തരത്തിൽ ഇറാൻ ദുർബലമായെന്ന് ട്രംപ് പറഞ്ഞു. ഇറാനെ ആക്രമിക്കാനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ റഷ്യ രംഗത്തെത്തി. ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ധു എന്നു പേര് നൽകി വിദേശകാര്യ മന്ത്രാലയം. ആദ്യ സംഘം നാളെ പുലർച്ചെ ഡൽഹിയിലെത്തും. അർമേനിയയിലെത്തിച്ച 110 വിദ്യാർത്ഥികളെയാണ് നാളെ ഡൽഹിയിലെത്തിക്കുന്നത്. ടെല്ലവീവിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടിയും തുടരുകയാണ്. ജോർദാൻ, ഈജിപ്ത് അതിർത്തി വഴി ഒഴിപ്പിക്കാനാണ് നീക്കം. ഇന്ത്യക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ പാക് സംഘർഷത്തിൽ മലക്കം മറിഞ്ഞ ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മേലാണ് താൻ സമ്മർദ്ദം ചെലുത്തിയത് എന്നാണ് ട്രംപിന്റെ പുതിയ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് നിലപാട് തിരുത്തിയത്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് തന്റെ ശ്രമഫലമായിട്ടാണ് എന്നായിരുന്നു ട്രംപിന്റെ വാദം. അടിയന്തരാവസ്ഥക്കാലത്ത് RSSുമായി കൂട്ടുചേർന്നിട്ടുണ്ടെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന തിരുത്തി മുഖ്യമന്ത്രി. RSSുമായി ഒരു കാലത്തും യോജിച്ചിട്ടില്ല. ജനതാ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് സഹകരണം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ തിരുത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പാർട്ടി സെക്രട്ടറിയിലുണ്ടായ പിഴവിനെ പ്രതിരോധിക്കാനായിരുന്നു മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഏറെ സമയവും വിനിയോഗിച്ചത്. RSSനോടുള്ള CPIMന്റെ ഇതപര്യന്തമുള്ള സമീപനം വിശദീകരിച്ച മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയെ അക്ഷരാർത്ഥത്തിൽ തിരുത്തുകയായിരുന്നു. എന്നാൽ വ്യക്തിപരമായി MV ഗോവിന്ദന്റെ പേര് പറഞ്ഞില്ലെന്ന് മാത്രം. ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന വർഗീയ കൂട്ടമാണ് RSS. അവരോട് ഇന്നലെയും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല, നാളെയും യോജിപ്പുണ്ടാവില്ല.
RSSനോടുള്ള പാർട്ടിയുടെ സമീപനം വ്യക്തമാക്കുന്നതിനിടയിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെ കുറ്റപ്പെടുത്താനും മുഖ്യമന്ത്രി മറന്നില്ല. RSS ആരാധിക്കുന്ന ഫോട്ടോകൾക്ക് മുന്നിൽ ചിലർ താണു വണങ്ങിയ നില കേരളം കണ്ടതാണല്ലോ. RSS ശാഖക്ക് കാവൽ നിൽക്കലായിരുന്നു അന്നേരം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞത് ആരായിരുന്നു? രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ ഇതാദ്യമായി പ്രതികരിച്ച മുഖ്യമന്ത്രി അവിടെയും RSSനോടുള്ള നിലപാട് കടുപ്പിച്ചു. ഔദ്യോഗിക ചടങ്ങിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിയെന്ന് പറഞ്ഞതിലൂടെ ഗവർണർക്കും കാര്യങ്ങൾ ബോധ്യമായെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പൊതു ബിംബങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നില വന്നതുകൊണ്ടാണ് അതിനോട് യോജിപ്പില്ല എന്ന് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചത്. രാജ്ഭവനിൽ സംഘപരിവാർ നേതാക്കളുടെ ചിത്രം വെച്ചതിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി അവിടം RSS ശാഖയാക്കാൻ അനുവദിക്കില്ലെന്നും തറപ്പിച്ചു പറഞ്ഞു. രാജ്ഭവനെ RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു സ്ഥലമായി മാറ്റാൻ പാടില്ല. രാജ്ഭവനെ RSS ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കരുത്. ജനസംഘവുമായി സഹകരിച്ചതിൽ പ്രതിഷേധിച്ച് P. സുന്ദരയ്യ CPMന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി വ്യക്തമായി മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. 24 തിരുവനന്തപുരം. RSSുമായി കൂട്ടുചേർന്നിട്ടുണ്ടെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണത്തിൽ വിവാദം കനക്കുകയാണ്. പ്രസ്താവന തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നതോടെ വിവാദം മൂർച്ഛിച്ചു. ചരിത്രത്തെ ചരിത്രമായി കാണാൻ തയ്യാറാകണമെന്നാണ് MV ഗോവിന്ദന്റെ പ്രതിരോധം. ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ MV ഗോവിന്ദൻ നടത്തിയ വെളിപ്പെടുത്തൽ ബോധപൂർവമാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അടിയന്തരാവസ്ഥക്കാലത്ത് RSS അടക്കം എല്ലാവരുമായും കൂട്ടുചേർന്നിട്ടുണ്ടെന്ന ടെലിവിഷൻ അഭിമുഖത്തിലെ MV ഗോവിന്ദന്റെ പരാമർശമാണ് വോട്ടെടുപ്പിന് തലേന്ന് വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിൽ UDFനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് MV ഗോവിന്ദൻ സ്വയം കുഴികുത്തി വീണത്. കിട്ടിയ അവസരം ഉപയോഗിച്ച് UDF RSS ബന്ധത്തിനെതിരെ രംഗത്ത് വന്നു. അത് വളരെ ബുദ്ധിപൂർവമായി CPM പ്ലാൻ ചെയ്ത് സെക്രട്ടറിയെ കൊണ്ട് നടത്തിച്ച പ്രസ്താവനയാണ്. നമ്മൾ വേർപിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. ആരുമായും തരാതരം പോലെ കൂട്ടുകെട്ടുണ്ടാക്കുന്ന പാർട്ടിയാണ് CPM എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി വിമർശനം കടുപ്പിച്ചു. അവരാണ് എല്ലാ തരം കൂട്ടുകെട്ടുകളും മാറി മാറി വൈവിധ്യമാർന്ന കൂട്ടുകെട്ടുകൾ തരാതരം പോലെ ഉണ്ടാക്കിയത് അവരാണ്. അത് മറച്ചു വെക്കാൻ കഴിയില്ല. വോട്ടെടുപ്പിന് തലേന്ന് MV ഗോവിന്ദൻ നടത്തിയ വിവാദ പ്രതികരണത്തിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളുണ്ടെന്നും UDF ആരോപിക്കുന്നു. ആക്ഷേപങ്ങൾ അവരെ സംബന്ധിച്ച് അവര് RSS BJP ബാന്ധവത്തിലായിരുന്നു, പലപ്പോഴുമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സമ്മതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. പ്രതികരണം വിവാദമായതോടെ രാവിലെ തന്നെ വാർത്താസമ്മേളനം വിളിച്ച് MV ഗോവിന്ദൻ പ്രതിരോധത്തിന് ശ്രമിച്ചു. ചരിത്രത്തെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഠിക്കണം, കാണാനും തയ്യാറാവണം. ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിന്റെ തുടർച്ചയായി വന്നൊരു പാർട്ടിയല്ല. RSSുമായി CPIM ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെയും ഇല്ല, ഇന്നുമില്ല, ഇനി നാളെയും ഉണ്ടാവില്ല. UDF ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നത് വിവാദമായി നിലനിർത്താൻ ശ്രമിക്കുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടറി RSS ബന്ധത്തെക്കുറിച്ച് നടത്തിയ പ്രതികരണത്തിൽ CPIMലും LDFലും കടുത്ത അതൃപ്തിയുണ്ട്. എന്ത് കാര്യം എപ്പോൾ എങ്ങനെ പറയണം, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ബോധ്യം, അത് ഇടതുപക്ഷ ബോധ്യം, അത് CPIക്കും ഉണ്ട്, LDFിനകത്ത് തന്നെയുണ്ട്. 24 തിരുവനന്തപുരം. വാർത്തകളിലേക്ക് വീണ്ടും. പമ്പയിൽ നിന്നും ശബരിമല സന്നിധാനം വരെ ചരക്ക് നീക്കത്തിനായി റോപ്പ് വേ പദ്ധതിക്ക് അനുമതി നൽകി സംസ്ഥാന വന്യജീവി ബോർഡ് യോഗം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പദ്ധതിയുടെ അംഗീകാരത്തിനായി കേന്ദ്ര സർക്കാരിന് പ്രപ്പോസൽ സമർപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ലെന്ന നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. ഉപഭോക്താക്കൾക്ക് മാത്രമേ പമ്പുകളിലെ ശുചിമുറി ഉപയോഗിക്കാനാകൂ എന്ന് കോടതി വ്യക്തമാക്കി. പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. പമ്പുകളിലെ ശുചിമുറി പൊതുജനാവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് പെട്രോളിയം ട്രേഡേഴ്സ് ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വകാര്യ പമ്പുടമകൾ വൃത്തിയാക്കി പരിപാലിക്കുന്ന ശുചിമുറികൾ പൊതു ശുചിമുറിയായി മാറ്റാൻ നിർബന്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഹർജിക്കാർ വാദിച്ചു. പൊതുജനങ്ങൾ ഇത്തരം ശുചിമുറികൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭീഷണിയും വിനാശകരമായ പ്രത്യാഘാതങ്ങളും കണക്കിലെടുക്കണം. വാഹനങ്ങളിൽ ഇന്ധനം നിറക്കാൻ വരുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമായി പമ്പിലെ ശുചിമുറി സൗകര്യങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഹൈക്കോടതി അംഗീകരിച്ചത്. പെട്രോൾ പമ്പുകളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഉത്തരവ്. ജസ്റ്റിസ് CS ജയസിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്.
വിഷ്ണു സുരേഷ്, 24 കൊച്ചി. മിൽമയുടെ ഡിസൈൻ അനുകരിച്ചതിന് സ്വകാര്യ ഡയറി കമ്പനിക്ക് 1 കോടി രൂപ പിഴ ചുമത്തി കോടതി. മിൽന എന്ന സ്വകാര്യ ഡയറിക്കെതിരെയാണ് നടപടി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്ഷ്യൽ കോടതിയാണ് പിഴ ചുമത്തിയത്. 6% പിഴ പലിശ അടയ്ക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ഇതായിരുന്നു കോടതി നടപടികൾക്ക് കാരണമായ മിൽമയുടെ അനുകരണം. പേരിനോടും രൂപകൽപ്പനയോടും സാമ്യതയുള്ള മിൽന എന്ന ഉൽപ്പന്നം. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉൽപ്പന്നം പിൻവലിക്കണമെന്ന് സ്വകാര്യ ഡയറിയോട് മിൽമ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിന് തയ്യാറാകാതെ വന്നതോടെയാണ് നിയമ നടപടിയിലേക്ക് മിൽമ കടന്നത്. മിൽമയുടെ ഡിസൈൻ ദുരുപയോഗം ചെയ്യുകയും വ്യാപാര നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തതിനാണ് മിൽന സ്ഥാപനത്തിന് 1 കോടി രൂപ പിഴ ഈടാക്കിയത്. 6% പിഴപ്പലിശയും തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്സ്യൽ കോടതി ചുമത്തി. 1 കോടിക്ക് പുറമെ 8,18,410 രൂപ പിഴപ്പലിശയായും ഒടുക്കണം. മിൽന കമ്പനിക്കെതിരായ വിധി ആശാവഹമെന്ന് മിൽമ ചെയർമാൻ KS മണി. നഷ്ടപരിഹാരം വിലയല്ല പ്രധാനം. ഇതുപോലുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വ്യാജന്മാരായി ഇറക്കി നമ്മളെ കൺസ്യൂമേഴ്സിനെ യഥാർത്ഥത്തിൽ പറ്റിക്കുന്ന ആ ഒരു രീതിക്ക് തടയിടുന്ന വളരെ ആശാവഹമായ സന്തോഷം നൽകുന്ന ഒരു വിധിയായിട്ടാണ് കാണുന്നത്. ഇത് മിൽമയ്ക്ക് മാത്രമല്ല. മിൽമയെ അനുകരിച്ച് പ്രാദേശികമായി മറ്റുൽപ്പന്നങ്ങൾ വിപണിയിലെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.